എല്ലാ സമ്മിറ്റുകളിലും ചെല്ലുമ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ നിലപാട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ നിലപാട് അറിയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ മുൻപോട്ട് തന്നെ പോവുകയാണ്. ഇന്ത്യയെ ആശ്രയിക്കേണ്ട മറ്റു രാജ്യങ്ങൾക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ താരിഫിൻ്റെ വിഷയം പറയുമ്പോൾ പോലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. റഷ്യയുമായിട്ടാണെങ്കിലും നമ്മുടെ പണ്ട് മുതലേ ഉള്ള സുഹൃത്താണ് എന്ന് നമുക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ റഷ്യയ്ക്കും ഇന്ത്യ ഇപ്പോൾ ആവശ്യമായി വരുന്നുണ്ട്. ഇസ്രായേൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പല രാജ്യങ്ങളും, എന്തിനധികം നമുക്ക് ചൈന പോലും, നമ്മുടെ ശത്രു, ആജീവനാന്ത ശത്രു എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്ക് പോലും ഇന്ത്യയെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇല്ലാതെ ആകണം എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പൊ ഏത് അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഇവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ഇവർ പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞത് എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു കൂട്ടായ്മ, ഈ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ ഈ മറ്റു ലോകരാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകുന്നില്ലേ സർ? ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ വളർച്ചയെ വളരെ വലിയ വലിപ്പത്തിൽ ഭയക്കുകയാണ് ഇപ്പം. അതിനകത്ത് പ്രധാനമായിട്ടും ഇപ്പം ആരാണ് ഭയക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലോകത്തിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണല്ലോ ഭയക്കേണ്ടത്. അതിപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അവർക്ക് ഈ സായിപ്പിൻ്റെ രാജ്യക്കാർക്ക് പ്രധാനമായിട്ടും ആരെയും അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അവരെ ആരെയും അവർക്ക് പുറത്ത് മുകളിൽ കാണാൻ പറ്റുന്നതില്ല. ഇവരുടെ പണി പുറകോട്ട് പരിശോധിച്ചാൽ എല്ലായിടവും ചെന്ന് മാന്തിപ്പറിച്ച് കയറി അവിടെ അറിയത്തില്ലേ, ചെന്ന് കയറിയിട്ട് അവിടെ അവന്മാരുടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവന്മാരുടെ രാജ്യമാക്കി മാറ്റിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ഇപ്പം ഇരിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം അതൊക്കെ പിന്നെ പോകും. അപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യം അല്ലെങ്കിൽ ആ സമ്പദ് രാജ്യം അല്ലെ മറ്റു രീതിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാനാണ്. എന്നിട്ട് എതിരായിട്ട് നിന്നിട്ടുള്ള ഈ പറയുന്ന റഷ്യ. അതവിടെ അപ്പം റഷ്യ എന്നും തകർത്തു. അല്ലെങ്കിൽ ഇപ്പോഴും ആ പരസ്പരം ഉള്ള മത്സരത്തിൽ റഷ്യക്ക് ചേരിക്ക് വേണ്ട ബലം ഇല്ല. ചേരിയില്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പം ബലം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബലമായി വരുന്നുമുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയായി GDPക്കകത്തും മറ്റ് പല കാര്യത്തിനകത്ത് ഈ തടസ്സം നിന്നതും, അല്ലെങ്കിൽ അമേരിക്കയുടെ തകർച്ചയിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി ട്രംപ് അല്ലെങ്കിൽ താരിഫ് നമ്മുടെ GDP തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അവരുടെ GDP കറക്റ്റ് അതുപോലെ നിൽക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞ അമേരിക്ക അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ താരിഫ് കൊണ്ടുവന്നത്. പുള്ളിയുടെ വിചാരമൊന്നും ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തവും അയാളെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരവസ്ഥ അതൊരു പരിധിവരെ ശരിയുമായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുക, നമ്മളും അവരിൽ നിന്ന് ട്രില്യൺ കണക്കിന് കയറ്റുമതിയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇറക്കുമതിയും നമുക്ക് ആ രാജ്യം കൊണ്ട് വലിയ പ്രയോജനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മുടെ ഈ GDPയുടെ വിഷയത്തിൽ നമ്മളൊരു നിലപാടെടുത്തപ്പോൾ ഇവിടുത്തെ കുറേ അമേരിക്ക സ്നേഹികളൊക്കെ പറയാം, തീർന്നു മോദി എന്തോ കാണിക്കുന്നത്, തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എങ്ങനെ കയറ്റുമതിയും മത്സ്യമെല്ലാം കൂടി ഇവിടെ കിടന്ന് ചത്ത് പൊങ്ങത്തില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന ജുവലറികൾ എന്തെങ്കിലും തുണിത്തരങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു, നിന്നു. നമ്മളതിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇപ്പം ഈ പറയുന്ന സാധനമൊക്കെ ലോകത്തുള്ള പല രാജ്യങ്ങളുമായിട്ട് കൊണ്ടുപോയി നമ്മുടെ കയറ്റുമതിയും, അല്ലെങ്കിൽ കഴിഞ്ഞ ഇദ്ദേഹം താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷമുള്ള പാദം പരിശോധിക്കുന്നത് നമ്മുടെ കയറ്റുമതി അതിന് മുമ്പിലത്തെ ഒരു 6 പാദം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു പാദം എന്നുള്ള രീതിയിൽ കണക്കാണ് വരുന്നത്. നോക്കുമ്പോൾ അതിനെക്കാട്ടിൽ ഇരട്ടിയ, കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിൽ ഇരട്ടിയ, ലോകം ഇപ്പം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അവിടെ നിന്നു അമേരിക്കയിലോട്ടുള്ള കയറ്റുമതിക്കകത്തുള്ള സാധനങ്ങൾ നമ്മുടെ കപ്പൽ വേറെ റൂട്ടിൽ വിട്ടപ്പാ. യഥാർത്ഥത്തിൽ പറഞ്ഞതാ, നമ്മുടെ കപ്പൽ വേറെ റൂട്ടിൽ വിട്ടു. അമേരിക്കയിലുള്ള കപ്പൽ നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും വിട്ടു. അപ്പോൾ അവിടെ കൊടുക്കേണ്ട സാധനം വേറെ വല്ല കമ്പോളം കണ്ടെത്തി. ഇപ്പം തന്നെ ഏറ്റവും അവസാനം 50ഓളം രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിനകത്ത് ഇന്ത്യ ഒപ്പിടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അവസാന വർത്തമാനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എക്കണോമിക്കൽ ഗ്രോത്ത് കഴിഞ്ഞത് ഈ അവസാന പാദത്തിൽ, അതായത് തമ്പ് താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം ലോകക്രമത്തിനകത്ത് പോലും ഈ തമ്പ് ഇന്ത്യക്കെതിരെ ഒരു താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അത് ലോകക്രമത്തേക്ക് തന്നെ മാറ്റി. ബാക്കിയുള്ളവർക്കെല്ലാം താരിഫ് വന്നല്ലോ, ആദ്യത്തെ താരിഫ് അല്ലെങ്കിൽ അപ്പം ആൾക്കാർക്കൊരു പ്രശ്നം വന്നപ്പോൾ പുള്ളി പിൻവലിക്കുന്നു. പിന്നെ രണ്ടാമത്തെ താരിഫ് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സഖ്യരാജ്യങ്ങൾക്ക് കൊടുക്കുന്നു, ജപ്പാന് കൊടുക്കുന്നു, ചൈനയ്ക്ക് കൊടുക്കുന്നു. ഇന്ത്യക്ക് കൊടുത്തപ്പോൾ ഇന്ത്യ പറഞ്ഞ് ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇന്ത്യ താരിഫ് ഇങ്ങോട്ട് തരുന്നതനുസരിച്ച് താരിഫ് എന്തുകൊണ്ട് താരിഫ് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതുകൊണ്ട് താരിഫ് ഇന്ന കാര്യം ആ കാര്യങ്ങൾ മൊത്തം കൂടുതൽ വലുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഭീഷണികൾ നമ്മൾ അവരുടെ ഭീഷണിയെ നമ്മൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നിന്നപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം
ഈ പ്രശ്നം ഇന്ത്യ പറയുന്നില്ലേ ശരി, ഇന്ത്യക്ക് നട്ടലുണ്ടല്ലോ, എന്താ നിന്നാൽ തിരിഞ്ഞാൽ. അപ്പോഴത്തേന് RIC ബലപ്പെട്ടു, ബ്രിക്സ് ബലപ്പെട്ടു. നമ്മൾ അവിടെ നിന്ന നിൽപ്പിനകത്ത് അതേപോലെ നിന്ന് കഴിഞ്ഞപ്പം അമേരിക്കയ്ക്കകത്ത് അല്ലെങ്കിൽ അമേരിക്ക ഒന്നും കാണിക്കാനില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇന്ത്യ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ. അതിനുശേഷം ഈ പറയുന്ന താരിഫിനകത്തുള്ള വെല്ലുവിളിയെ അതിജീവിക്കാൻ ഇന്ത്യ മഹാരാജ്യം എന്താണെന്ന് കാണിക്കാൻ മോദി കാണിച്ചൊരു പണി അറിയാം. ഇന്ത്യ എന്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പ്രജയാതി ചോദിച്ചല്ലോ. ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയെ പോലുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമാണ് ഇന്ത്യ. ലോകത്ത് എന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നാലും വിൽക്കാൻ പറ്റും. ലോകത്ത് എന്ത് സാധനം ഇവിടെ ഇറക്കിയാലും അത് വാങ്ങാൻ പ്രാപ്തമായിട്ടുള്ള വാങ്ങൽ ശേഷിയുള്ള ആളുണ്ട്, കാണിച്ചു കൊടുത്തു. നമ്മൾ അവിടെ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടെ GST അങ്ങോട്ട് കുറച്ചു. ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് അവൻ്റെ വാങ്ങൽ ശേഷി മോദി കണ്ട കഴിഞ്ഞ പ്രാവശ്യം ദീപാവലിക്കും അതിന് മുമ്പുള്ള നമ്മുടെ ദസറയ്ക്കും ഇവിടെ നടന്ന കച്ചവടം ലോക മാധ്യമങ്ങളാണ് എഴുതിയത്. എന്തോ കച്ചവടം അതാണ് ഏറ്റവും അവസാന പാദം. ട്രംപ് നമ്മളെ പണിയും, അല്ലെങ്കിൽ നമ്മുടെ GDP ഗ്രോത്തിനെ ഇല്ലായ്മയും, ഞങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി തകർക്കുമെന്ന് പറഞ്ഞെടുത്ത് കയറ്റുമതി ഇറക്കുമതി അമേരിക്കയിലേക്കുള്ളത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2%, അത് നേരത്തെ $8 ബില്യൺ $6 ബില്യൺ, അതിനപ്പുറം അവിടത്തേക്കുള്ളത് കുറഞ്ഞെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തി. വസ്ത്രത്തിൻ്റെ വിപണി കണ്ടെത്തി, ജ്വൽസിൻ്റെ വിപണി കണ്ടെത്തി, മറ്റ് ഈ നമ്മുടെ മത്സ്യം കയറ്റുമതിയാണെന്നല്ലോ ഏറ്റവും ചെമ്മീൻ കയറ്റുമതി, അതിനും കണ്ടെത്തി. ഇവിടെ ഇന്ത്യക്കകത്ത് ഇവിടെ ആരും എടുത്തില്ലെങ്കിലും ആരും കൊണ്ടുപോയില്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള സംഭവം. അപ്പം അത് ഭയങ്കര ഒരു ഇതാണ് വന്നേക്കുന്നത്. 8.2, അതായത് ഈ നമ്മൾ ലോകക്രമം പരിശോധിക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു കണക്ക് വന്നിരിക്കുന്നു പറഞ്ഞാൽ, IMFൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 2026 ഇന്ത്യ 6.6% വളർച്ച. ആ സമയത്ത് ചൈന 4.6 ഉള്ളൂ, അമേരിക്ക 1.8%. ഈ അവസാന ഭാഗത്തുള്ളൂ. ഇതിനകത്തുനിന്ന് വിതരണം കഴിഞ്ഞ പ്രാവശ്യം ചൈന 5.1 സമയത്താണ് ഈ 1% കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഭാഗം നോക്കുമ്പം 2027 ഈ 8.2% വർധന. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു വിഷയമില്ലാത്ത താരിഫിന്റെ വിഷയം ഒന്നുമില്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം അത് 5 ഉള്ളായിരുന്നു. അപ്പൊ അവിടെയാണ് ഇന്ത്യയുടെ ലോകം അത്ഭുതപ്പെടുന്നത്. അതായത് ഇവിടുത്തെ ഉൽപാദനം, സേവനം, നിർമ്മാണം ഇതിനകത്തുള്ള ഇതാണെന്നാണ് IMF ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ഇന്ത്യ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നേരത്തെ നമ്മുടെ ചിരി എന്താ പറയുക, സന്തോഷമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 178, പാകിസ്ഥാൻ എൻ്റെ മുമ്പിൽ, ബംഗ്ലാദേശ് എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ കള്ളക്കണക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നവനാ. ഇല്ല തകർക്കുന്നു. ഇപ്പൊ ഇവന്മാർക്ക് ഇന്ത്യ വളരുന്നില്ലെന്ന് പറഞ്ഞാൽ അവന്മാരെ ഈ ഇല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഏജൻസികൾ അല്ലെ ലോകത്തെ ആൾക്കാർ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതായത് ഇപ്പം ഈ ഇന്ത്യയുടെ വളർച്ച 2008 ചൈന 4 ട്രില്യൺ എന്ന് വെച്ചാൽ ചൈനയുടെ ഒരു വളർച്ചയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക്. 4 ട്രില്യൺ നിന്നത് 16 കൊല്ലം കൊണ്ട് 19 ട്രില്യണിലേക്ക് വന്നു. ഇതേ ഈ ഇന്ത്യ ഇപ്പം 4.6%, 2039 ആകുമ്പോഴത്തേന് 19 ട്രില്യണിലേക്ക് വരുമെന്നാണ് ലോകത്തെ ഈ പറയുന്ന ഏജൻസികൾ, ഈ IMF പോലെയുള്ളവർ പറയുന്നത്. അതായത് ഇന്ത്യയുടെ എക്കണോമി സ്ഥിരതയുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്. സ്ഥിരതയുള്ള എക്കണോമി, അതുപോലെ ഫാസ്റ്റ് മൂവിങ് എക്കണോമി. ഇത് ലോകത്തുള്ള രാജ്യങ്ങൾ തടയാൻ പറ്റത്തില്ലെന്നുള്ള ഈ രീതിയിലേക്ക്. ഇത് തടയാൻ വേണ്ടിയാണ് ഇവിടെ യുദ്ധം ഉണ്ടാക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇവിടെ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് തടയാൻ വേണ്ടിയാണ് ബംഗ്ലാദേശിനെ കൊണ്ട് അമേരിക്ക പണിയുണ്ടാക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയായിരുന്നു അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയത്. മറ്റ് പല രീതിയിലേക്കും പല ബാനുകൾ. ഇതൊക്കെ നമ്മൾ അതിജീവിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത് അതിജീവിക്കാൻ പ്രാപ്തമാണ്. അതായത് ഇന്ത്യ ഭരിക്കുന്നവൻ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി 24 മണിക്കൂറും പണി ചെയ്യുന്ന ഭരണാധികാരിയാണെന്ന് പറയും. മാത്രമല്ല അപ്പോൾ അതുപോലെ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് എല്ലാ രീതിയിലും ഒരുക്കി. നമ്മുടെ വേറെ വലിയ സ്വത്ത് നോക്കുന്ന 62% പുറത്ത് വളരെ ചെറുപ്പക്കാരാണ്. ഇവന് സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് അവൻ ഇവിടെ നിന്നിട്ട് അവൻ്റെ പണി അങ്ങ് ചെയ്യുക. അപ്പം ഒരു രീതിയിലും തകർക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല നമ്മൾ ഗ്രൗണ്ടെല്ലാം ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും. ഇപ്പം അമേരിക്കയും പറഞ്ഞില്ലേ നേരത്തെ, വിസ അല്ലെങ്കിൽ നമ്മുടെ ഈ വിസ നിർത്താക്കും, H1B. അവനെ അവിടുന്ന് പണ്ട് പുറത്താക്കിയ ഇവന് പോകാൻ സ്ഥലമില്ലായിരുന്നു. അവനെ ഇപ്പം അവിടുന്ന് പുറത്താക്കി അവൻ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളായി. അവൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ പോയിക്കോളാം. അപ്പോഴാ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ തരാം വിസ എന്ന് വെച്ചാൽ ഈ കൊള്ളാവുന്ന ആൾക്കാർ ജപ്പാനിൽ പ്രായമുള്ളവരായി, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അകത്ത് ജോലി ചെയ്യാൻ അവിടുത്തെ ആൾക്കാർക്കില്ല, അവർ വെളിയിൽ നിന്ന് ആൾക്കാരെ ജോലി ചെയ്യുന്നു. മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം ഇന്ത്യക്കകത്തുള്ളവന് തലയുള്ളവനും അല്ലെങ്കിൽ പഠിത്തമുള്ളവനും മറ്റവനും മറിച്ചവനും മറ്റു രാജ്യങ്ങളില്ല. എല്ലാ കമ്പനിയുടെയും CEO പ്രധാനപ്പെട്ട ഇന്ത്യ.
അത് കുശുമ്പ് വിചാരിച്ചിട്ട് കാര്യം ഇവനെ മാറ്റി വേറെ തന്നെ സ്ഥാപിക്കാൻ അവിടെ ഇല്ല. അവൻ അവിടുത്തെ CEO പട്ടം എടുത്തിട്ട് പണ്ട് വന്നാൽ ഇവിടെ ആളില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് പോന്നാൽ ആ കമ്പനി ഉൾപ്പെടെ ഇങ്ങോട്ടിഞ്ഞ് വരും. അയ്യോ പോവല്ലേ എന്നാ ഞാൻ പോവുക, ആ ശരി ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു തരാം, അവിടെ ഇരുന്നാൽ മതി. ഇതേ രീതിയിലേക്കായി ഇന്ത്യ. അപ്പം അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കി. അപ്പം പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക അമേരിക്കയുടെ അടുത്തോട്ടൊക്കെ ഇന്ത്യ. അപ്പം ട്രംപൊക്കെ പെട്ടു. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരും. പ്രശ്നമുള്ളവരുണ്ട് ഈ ഇന്ത്യക്കകത്ത് ഇത് ഇന്ത്യയുടെ വളർച്ചയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കണേ. ഇപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അച്ചാരം മേടിച്ചിട്ട് പറയുകയാണോ കുഴപ്പമില്ല. ഇന്ത്യക്കകത്ത് നമ്മൾ ഇന്ത്യയെ പറ്റി ഇങ്ങനെ ഇന്ത്യക്കൊരു പുരോഗതി ഉണ്ടെന്ന് ഉള്ള കാര്യം പറയുന്നത് പോലും കേട്ടാതെ നയിക്കാത്ത ആൾക്കാർ ഇവിടെ വളരെ കൂടുതലായിട്ട്. ഇതിൻ്റെ കീഴിലൊക്കെ വലിയ കമൻറ്റൊക്കെ വരും. എന്നാൽ അറിവില്ലാത്തവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, പ്രാപ്തി ഇല്ലാത്തവനാണ്, ചുമ്മാ ഇരുന്ന് പറയുന്നത്. ഉള്ള അറിവ് വെച്ചാൽ നമ്മൾ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം IMF ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് 7.2% ഒക്കെ വളർച്ചയെ വരത്തുള്ളെന്നാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഇപ്പം പ്രഡിക്ഷൻ പലതും ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇത് വളർച്ച പ്രതിസന്ധി സമയത്തൊക്കെ ലോകം പണ്ട് തന്നെയായിരുന്നു. നമ്മുടെ ഈ എല്ലായിടത്തും ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നത് 2008 അന്നേരം ഇന്ത്യ പിടിച്ചു നിന്നു. ഇപ്പം ഇവിടെ അതിജീവിക്കാൻ കരുത്തിൻ്റെയൊക്കെ ഉണ്ട്. അതാ ഭാരതം എന്ന് പറയുന്നത് പണ്ട് തന്നെ. അപ്പോൾ ഈ കോവിഡ് സമയത്ത് അതിന് യുദ്ധസമയത്ത് നമ്മൾ വിചാരിച്ചോ പണി കിട്ടും. യുദ്ധസമയത്ത് ഇവിടെ അതോടുകൂടി അങ്ങ് എല്ലാവരും നമ്മുടെ വിദേശ നാണയ ഫണ്ടിൻ്റെ സംഭരണ ശേഷി കൂടി, നമ്മുടെ അന്നേരവും വളർച്ചാ നിരക്ക് കൂടുന്നു. അതിനുശേഷം നമ്മുടെ കച്ചവടം നമ്മൾ നല്ലപോലെ ആയുധ കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആയുധം നിർമ്മിച്ചാലും കൊടുക്കാനില്ല. ബ്രഹ്മോസിൻ്റെയൊക്കെ ഓർഡർ ഭയങ്കര ഇതാണ്, നമുക്ക് നിർമ്മിച്ചെടുക്കാൻ അതിന് സമയം വേണ്ട എത്ര ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ രീതിയിലേക്കുള്ള ഉയർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയെ പാഞ്ഞെടുക്കുകയാണ് അമേരിക്കയുടെ അടുത്തോട്ടൊക്കെ കേട്ടോ.